അനിശ്ചിതങ്ങൾക്കൊടുവിൽ മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന NDA നേതാക്കളുടെ യോഗത്തിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അടക്കമുള്ള നേതാക്കളെല്ലാം BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. രാഷ്ട്രപതിയെ കണ്ട് രാജിക്കത്ത് കൈമാറിയ മോദി കാവൽ പ്രധാനമന്ത്രിയായി തുടരും. ശനിയാഴ്ച പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉറപ്പായെങ്കിലും JDU, TDP പാർട്ടികളുടെ വിലപേശലിന് BJPക്ക് വഴങ്ങേണ്ടി വരും. ഡൽഹിയിൽ ചേർന്ന യോഗം ഇന്ത്യ സഖ്യം മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ തുടർന്നും പോരാടുമെന്ന് അറിയിച്ചു. അപ്രതീക്ഷിതമായതൊന്നും സംഭവിച്ചില്ല. ആരും മറുകണ്ഠം ചാടിയില്ല. തൽക്കാലം കുതിരക്കച്ചവടമില്ല. നിറം മങ്ങിയ വിജയത്തിൽ സഖ്യകക്ഷികളുടെ പിന്തുണയിൽ നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിലേക്ക്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് രാജിക്കത്ത് കൈമാറിയ ശേഷമാണ് നരേന്ദ്രമോദി NDA നേതാക്കളുടെ യോഗത്തിനെത്തിയത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ എല്ലാ സഖ്യകക്ഷികളും ഒരിക്കൽ കൂടി മോദിക്ക് കൈകൊടുത്തു. JDU, TDP അടക്കം മുഴുവൻ സഖ്യകക്ഷികളുടെയും പിന്തുണ BJP ഉറപ്പാക്കിയ ശേഷമാണ് യോഗം അവസാനിച്ചത്. JDU, TDP കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുമ്പോഴും സർക്കാരിനെ വീഴ്ത്താൻ ശേഷിയുള്ള ഇരുവരുടെയും വിലപേശലിന് വരും ദിവസങ്ങളിൽ BJP വഴങ്ങേണ്ടി വരും. 8-ാം തീയതി രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കം തുടങ്ങാനാണ് NDA തീരുമാനം. 7-ന് BJP MPമാരുടെ യോഗത്തിൽ മോദിയെ പ്രധാനമന്ത്രിയാക്കുവാനുള്ള തീരുമാനം ഔദ്യോഗികമായി കൈക്കൊള്ളും. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുതൽ നിതീഷിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും നിലപാടിനാണ് എല്ലാവരും കാതോർത്തത്. പരിസ്ഥിതി ദിന സന്ദേശം പോലും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച നിതീഷ് കുമാർ ഡൽഹിയിലെത്തുന്നതുവരെ ഒന്നും മിണ്ടിയില്ല. വന്നതാകട്ടെ ഇന്ത്യ സഖ്യയോഗത്തിൽ പങ്കെടുക്കാനെത്തിയ തേജസ്വി സഞ്ചരിച്ച വിമാനത്തിൽ. ചന്ദ്രബാബു നായിഡു ഡൽഹിയിലേക്ക് തിരിക്കും മുമ്പ് പത്രസമ്മേളനം വിളിച്ചതും BJPയുടെ നെഞ്ചിടിപ്പ് കൂട്ടി. ഒടുവിൽ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നേതാക്കളെത്തിയതോടെ രാഷ്ട്രീയ നാടകത്തിന് താൽക്കാലിക വിരാമം. കണക്കിൽ NDAക്ക് 293 സീറ്റുകൾ ഉണ്ടായിട്ടും രാഷ്ട്രീയ നാടകത്തിന് കളമൊരുങ്ങിയത് BJPക്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ തിരിച്ചടിയാണ്. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ബംഗാളിലുമെല്ലാം തിരിച്ചടി നേരിട്ടപ്പോൾ 303 സീറ്റുണ്ടായിരുന്ന BJP 240 ഒതുങ്ങി. ആന്ധ്രാപ്രദേശിൽ 16 സീറ്റുകൾ നേടിയ TDPയും ബീഹാറിൽ 12 സീറ്റുകളുള്ള JDUവും ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുമെന്ന അഭ്യൂഹമാണ് അതിവേഗം സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാൻ NDA പ്രേരിപ്പിച്ചത്. 240 സീറ്റുകൾ മാത്രമായി ചുരുങ്ങിയ BJPക്ക് 272 എന്ന മാന്ത്രിക സംഖ്യ തികയ്ക്കാൻ ഇരുവരെയും ഒപ്പം കൂട്ടിയേ തീരൂ എന്ന സ്ഥിതി. മറുവശത്ത് 234 സീറ്റുകൾ കയ്യിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന പ്രചരണം ശക്തമായതും തീരുമാനങ്ങൾ അതിവേഗമാകാൻ കാരണമായി. ലോക്സഭാ സ്പീക്കർ സ്ഥാനം, മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകൾ, ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി തുടങ്ങിയ പല ആവശ്യങ്ങളും നിതീഷും ചന്ദ്രബാബു നായിഡുവും മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരും. അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ, രാജ്നാഥ് സിംഗ് എന്നിവർക്കാണ് സഖ്യകക്ഷികളുമായുള്ള ചർച്ചയ്ക്കുള്ള ചുമതല. അതേസമയം ഡൽഹിയിൽ ഒത്തുചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കൾ മോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ തുടർന്നും പോരാടുമെന്നറിയിച്ചു. BJPയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനും അഴിമതിക്കും കിട്ടിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും മല്ലികാർജുന ഖാർഗെ പറഞ്ഞു. മുൻപുള്ള 2 സർക്കാരിലേതും പോലെ കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ BJPക്ക് ഇനി സഖ്യകക്ഷികൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. വിലപേശൽ ശേഷി ബാക്കി വച്ചാണ് കളം മാറാതെ മുന്നണിയിൽ നിതീഷും ചന്ദ്രബാബു നായിഡുവും തുടരുന്നതെന്ന് സാരം. ന്യൂസ് മലയാളം, ഡൽഹി.